വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആലിസ്. ദിസ് ഇസ് മൈ ബോയ് ഫ്രണ്ട് ശരത്. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ ഡേ ഔട്ടിനാണ്. ഞങ്ങൾ ആദ്യം പോയത് മിലാനോ കഫേയിലോട്ടാണ്. അവിടെ ഐസ്ക്രീംസ്, പേസ്ട്രീസ് ഇതെല്ലാം അവൈലബിൾ ആട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി നേരെ നമ്മുടെ കണ്ണ് പോയത് ഫ്ലവേർഡ് ഷേപ്പ് ഐസ്ക്രീമിലോട്ടാണ്. അങ്ങനെ ഓർഡർ ചെയ്തു. ഒരു ഫ്ലവേർഡ് ഷേപ്പ് ഐസ്ക്രീമിൻ്റെ അകത്ത് ഒരു ഫ്ലേവറും വെളിയിലൊരു ഫ്ലേവറും അങ്ങനെയാണ് കേട്ടോ അവർ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാം. എല്ലാത്തിനും ഒരേ റേറ്റാണ്, സെപ്പറേറ്റ് റേറ്റല്ല, സെയിം റേറ്റാണ്. അങ്ങനെ അവർ ഫ്ലവർ ഷേപ്പിലൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തു തരാം കേട്ടോ. പിന്നെ ഓരോ ഐസ്ക്രീമിൽ തന്നെ എന്താ പറയുക, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, രണ്ടുപേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ തന്നെ കുറേ നിറയെ ടൈം എടുത്താട്ടോ അതൊക്കെ ഇരുന്ന് കഴിച്ചത്. ഞങ്ങൾ 2 ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഒരെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു എന്നറിയത്തില്ലായിരുന്നു. പക്ഷേ നന്നായിട്ട് ഐസ്ക്രീം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരെണ്ണമൊക്കെ നന്നായിട്ട് കഴിക്കും. പിന്നെ ഞങ്ങൾ ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ പോയ്സൺ ഗെയിം കളിച്ചു. ഞാൻ നൈസായിട്ട് പൊട്ടി, ആൾ ജയിച്ചു. പിന്നെ നമ്മൾ വോഫിൾസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വോഫിൾസ് വന്ന് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, നല്ല ഫുഡാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ബേക്കേഴ്സ് ആഷ് കഫേയിലോട്ടാണ്. ഒരു ഗാർഡൻ കഫേ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഗാർഡന് നടുക്കിരുന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ നേരെ ചെന്നപ്പോൾ അവർ വെൽക്കം ചെയ്തു. നമ്മൾ ചെന്നിരുന്നു, മെനു ഒക്കെ നോക്കി. അതിലിഷ്ടംപോലെ ഡിഷസ് ഉണ്ടായിരുന്നു. നമ്മളതിൽ നിന്ന് 2-3 പിക്ക് ചെയ്തു, ഓർഡർ ചെയ്തു. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും ആംബിയൻസൊക്കെ നൈസായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുത്തു. അതിന് ശേഷമാണ് ഫുഡൊക്കെ വന്നത് കേട്ടോ. ഞങ്ങൾ ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിച്ചു. ഫുഡ് രക്ഷയില്ല, നൈസ് ഫുഡായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.